ക്രീഡാഭാരതി സംസ്ഥാന പ്രതിനിധി സമ്മേളനം തൃശ്ശൂരിൽ നടന്നു. ശ്രീദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മുൻ സന്തോഷ് ട്രോഫി കേരള ടീം കോച്ച് പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. കായിക രംഗത്തിന്റെ വളർച്ചയ്ക്കും കായിക താരങ്ങളുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന ദേശീയ സംഘടനയായ ക്രീഡാഭാരതിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനമാണ് തൃശൂരിൽ നടന്നത്. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മുൻ സന്തോഷ് ട്രോഫി കേരള ടീം കോച്ച് പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഒരു എക്സാമ്പിൾ ഇപ്പോൾ ക്രിക്കറ്റിൽ പറയാം. ക്രിക്കറ്റിന് കുറച്ച് രാജ്യങ്ങളുള്ളൂ. അതിൽ എല്ലാ രാജ്യങ്ങളെക്കാളും കൂടുതൽ കോമ്പറ്റീറ്റ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യക്ക് റിസൾട്ട് ഉണ്ട്. അത് തന്നെയാണ് ഫുട്ബോളിലും ഉണ്ടാകുന്നത്. നമ്മൾ എന്ന് കോമ്പറ്റീറ്റീവ് ആവണം, എന്ന് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഗ്രൗണ്ട് ഉണ്ടാവണം, കളിക്കാൻ കുട്ടികൾ പൂർണ്ണമായിട്ട് ഒരു 11 സൈഡ് കളിക്കാൻ പറ്റണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റിന് പ്രോജക്ട്സ് ഉണ്ടാവണം. ജപ്പാനിൽ എനിക്ക് തോന്നുന്നു 2050 വിഷൻ, 2050 വേൾഡ് കപ്പിന്റെ വിഷൻ അവർ കഴിഞ്ഞ 10 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ PK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ക്രീഡാഭാരതി അഖില ഭാരതീയ അധികാരി ചന്ദ്രശേഖർ ജഗ്രതാൾ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ GV രാജ അവാർഡ് ജേതാവ് M പീതാംബരനെ ആദരിച്ചു. ക്രീഡാഭാരതി അഖില ഭാരതീയ എക്സിക്യൂട്ടീവ് അംഗം NP മുരളി, ക്ഷേത്ര സഹസംയോജക് പെരിയസ്വാമി, പേരാമംഗലം ശ്രീ ദുർഗാവിലാസ സ്കൂൾ മാനേജർ MB ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ.